അവരെന്റെ സലൂണിൽ എത്തിയത് ഒരു അറൌണ്ട് 2 മണിയൊക്കെ ആയപ്പോഴാണ്. രണ്ടാണെന്ന് തോന്നുന്നു, എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. ഒരു നമ്മൾ ചോറൊക്കെ ഉണ്ട് സമയത്ത് 2 മണിന്ന് കിട്ടാം. ഓക്കെ. അത് കഴിഞ്ഞ് ആക്ച്വലി അവർക്ക് ഭാഷ അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, എന്റെ സ്റ്റാഫിന് മലയാളം അറിയത്തില്ല. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആരെങ്കിലും വിടാമോ, 2 പിള്ളേർ വന്നിട്ടുണ്ട്, അവർക്ക് ഹെയറിന്റെ എന്തോ ചെയ്യണം, പറയുന്നത് എന്നാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിട്ടിട്ട് പറഞ്ഞു പോയി ചോദിച്ചിട്ട് വാ. അപ്പൊ അവള് പോയിട്ട് പറഞ്ഞു, അവര് പറഞ്ഞു ഞങ്ങളുടെ മുഖ ഷേപ്പ് മാറ്റണം, നല്ല ഷേപ്പ്, മുടിയൊക്കെ കട്ട് ചെയ്യണം, മേക്ക് ഓവർ വേണം, കാരണം ഒരു കല്യാണത്തിന് പോകാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ നീണ്ട മുടി അയച്ചപ്പോ നല്ല നീളമുള്ള മുടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു, ഇത്ര നീളമുള്ള മുടി വെട്ടുന്ന പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് സ്ട്രെയിറ്റ് ആക്കണം. അങ്ങനെ മുടിയൊക്കെ വെട്ടി സ്ട്രെയിറ്റ് ആക്കി. ഹെയർ ബൊട്ടോക്സ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് അതാ ചെയ്തത്. ഞാൻ കണ്ടില്ലായിരുന്നു. അത് പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, നിങ്ങളുടെ പേരെന്നാ, എവിടുന്നാ വരുന്നത്? അന്നേരം പറഞ്ഞു, ഞങ്ങൾ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാ വരുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ കല്യാണം ഉണ്ട്, ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട്, അതിന് വന്നാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കല്യാണത്തിനുള്ള തുണിയൊക്കെ വാങ്ങിച്ചോ? അപ്പം പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ജീൻസ് ടോപ്പ് ആയിരുന്നു. നമ്മൾ കല്യാണത്തിന് ജീൻസ് ടോപ്പ്. അപ്പൊ മലയാളിയാണോ, എന്നെ ആരാ? ഞാൻ പറഞ്ഞു, ഇല്ല, ഏത് ജാതിക്കാരെന്ന് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. ഈ കുട്ടികളുടെ കൈവശം ഫോണോ മറ്റ് ഡിവൈസുകളോ ഉണ്ടായിരുന്നോ? ഫോണില്ലായിരുന്നു. നമ്മുടെ സലൂണിൽ ആര് വന്നാലും ആദ്യമേ നമ്മൾ കോണ്ടാക്ട് നമ്പർ, പേര് വാങ്ങിക്കും. അപ്പൊ ഈ പിള്ളേരോട് ചോദിച്ചപ്പം പറഞ്ഞു, ഞങ്ങളുടെ ഫോൺ കളവ് പോയി, ട്രെയിനിൽ നിന്ന് 2 പേരുടെയും പോയി, അതുകൊണ്ട് നമ്പർ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നമ്മള് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി. ആദ്യം കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ പിള്ളേരങ്ങ് ധൃതിയിടാൻ തുടങ്ങി, ഞങ്ങൾക്ക് പോകണം, ലേറ്റ് ആവുന്നു. അങ്ങനെ ഏത് സമയത്താണ് ഇവർ സലൂണിൽ നിന്ന് പുറത്തു പോകുന്നത്? ഇവര് പോകുന്ന ഒരു 5:30 ആയി കാണും. 5:30. ആക്ച്വലി ഈ ട്രീറ്റ്മെന്റ് ഇച്ചിരി കൂടുതൽ സമയം എടുക്കുന്നത്, പക്ഷെ ഇവർ ഒത്തിരി ധൃതി ഇടുന്ന കാരണം പെട്ടെന്ന് തന്നെ ചെയ്തു. അവര് പകുതിയായപ്പം തന്നെ മതി, ഞങ്ങൾക്ക് പോണം അങ്ങനെ ധൃതി ഇടുവായിരുന്നു. അല്ല, അപ്പൊ ഇവര് ഞാൻ ധൃതി വെക്കാൻ കാരണം മറ്റാരുടെങ്കിലും ഫോൺ കോൾ വരികയോ അല്ലെങ്കിൽ ഒരു ഫോൺ വന്നു. ഇവര് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഫോൺ ചെയ്യണം, ആരുടെയെങ്കിലും ഒരു ഫോൺ തരാം. അപ്പൊ നമ്മൾ സലൂണിൽ ഒരു കോമൺ ഫോൺ ഉണ്ട്, അത് കൊടുത്തപ്പോഴത്തേനും ആരെയോ വിളിച്ചു. അവരെടുത്തോ എനിക്കറിയത്തില്ല. പിന്നെ ആ ഫോണുമായിട്ട് ഞാൻ വെളിയിൽ പോയപ്പം എനിക്ക് ഒരു പയ്യൻ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇതിനകത്ത് മിസ് കോൾ ഇട്ടായിരുന്നു, മലയാളത്തിൽ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചില്ലല്ലോ. പിന്നെ എനിക്ക് ഓർമ്മ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ 2 ഫ്രണ്ട്സ് മുകളിൽ ഇരിപ്പുണ്ട്, അവര് ട്രീറ്റ്മെന്റ് ചെയ്യുവാണ് ഹെയറിന്റെ, അവര് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അവർക്കൊന്ന് ഫോൺ കൊടുക്കാവോ? ഞാൻ പറഞ്ഞു, ഞാൻ വെളിയിലാണല്ലോ, ഞാൻ ചെന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞു, മറന്നു പോയി.